ഇന്ന് രാവിലെ ഒരു 9:30-ക്ക് വൈറ്റില ജംഗ്ഷനിൽ, അതായത് പാലം കഴിഞ്ഞിട്ട്, അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന, കളമശ്ശേരിയിൽ വന്നു നിന്നിട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് ആ പാലം എൻഡ് ആവുന്ന ആ സ്ഥലത്ത് ഈ സ്ത്രീ ഓടിച്ചുകൊണ്ട് വന്ന വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് മുമ്പ്, ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം നടന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നു, പിന്നെ ഈ മരത്തിൽ ഇടിച്ചു ഓടയിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. പക്ഷേ കാൽനട യാത്രക്കാർ ആരും ഇല്ലാഞ്ഞത് ഭാഗ്യം. അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൻ അപകടത്തിലേക്ക് ഇത് മാറുമായിരുന്നു. എന്തായാലും ആ സ്ത്രീക്ക് പരിക്കുകളൊന്നുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ രക്ഷപ്പെട്ടു. അത് അവിടെ നിന്നാണ് അവർ ഡ്രൈവ് ചെയ്ത് വന്നത്. ഇവിടെ വന്ന് അപകടം സംഭവിച്ചു. രാവിലെ 9:30 സമയം, അത് മനസ്സിലാക്കണം. വളരെ തിരക്കുള്ളൊരു സമയമാണ്. പക്ഷേ ഇവിടെ കാൽനട യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. വണ്ടി കിടക്കുന്ന കിടപ്പുണ്ട്. ഭയങ്കര മാരകമായിട്ടുള്ള ഒരു അപകടമാണ്. യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ വൻ അപകടമായിട്ട് മാറുക. മരത്തിൻ്റെ ഇതൊക്കെ കണ്ടില്ല, ഇപ്പോൾ സംഭവിച്ചതാണ്. മരം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇതിൻ്റെ അപകടത്തിൻ്റെ സ്ഥിതി വേറൊരു ഗതിയിലേക്ക് മാറുന്നു. പോലീസുകാരൊക്കെ വന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ഒരു ചേട്ടൻ പോലീസിനെ വിളിച്ചത്. 1 മിനിറ്റിനകത്ത് തന്നെ പോലീസുകാരെത്തി. പോലീസുകാർ അവരോട് വിവരം ചോദിച്ചപ്പോൾ അവർ കടവന്ത്രയിലുള്ള ഒരു ഡോക്ടറാണ്. അവർ രാത്രി ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അവർ പിന്നെ ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണം. രാവിലെ 9:30 അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം തന്നെ, ഉറങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഓടിക്കരുത് ദയവീത് ഒരിക്കലും. ആ തിരുവല്ലയിലെ ഒരു സംഭവം നടന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതാണ്. ഒരിക്കലും ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഓടിക്കൽ ഇതുപോലെയൊക്കെ സംഭവിക്കും. നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. നമ്മളെ കൊല്ലം സുധിയൊക്കെ മരിച്ചു പോയത്, പിന്നെ ഒരുപാട് തിരുവല്ലയിലെ ഒരു കുടുംബം, ഒരുപാട് കുടുംബങ്ങളിങ്ങനെ ഈ ഡ്രൈവിങ്ങിലെ ഉറക്കം കാരണം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഇതെങ്കിലും കാണുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക. നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിടുക. നമ്മൾ ദയവ് ചെയ്ത് ഡ്രൈവ് ചെയ്യില്ല. ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് പിന്നാലെ വരുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് കാര്യമായിട്ട് ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. അവർ പോവുകയാണ്. ഒരു ഡോക്ടറാണ്. പക്ഷേ ഈ സ്ത്രീകളുടെ ഡ്രൈവിങ് വളരെ അപകടത്തിലേക്കാണ്. ഞാൻ അവസാനം വേറൊരു കാഴ്ച കാണിക്കാം. കാരണം ഇന്നലെ പിന്നെ ഇതുപോലെ ഈ പാലത്തിൻ്റെ അങ്ങേക്കരയിൽ ഒരു അപകടം ഉണ്ടായി. അത് സ്ത്രീയാണ്. ഒരു ബൈക്കിൽ ഒരു സ്കൂട്ടിയിൽ വന്ന പയ്യന്മാരെയൊക്കെ ഇടിച്ചിട്ടിട്ട് പോയി. എൻ്റെ ബൈക്ക് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അവസാനം ആ ബൈക്കിൻ്റെ ഒരു ഭാഗം, അതായത് ബുള്ളറ്റാണ്. ഞാൻ പറഞ്ഞില്ല, ആംബുലൻസ് സൗണ്ട് കേട്ട് ആംബുലൻസ് വന്നിട്ടുണ്ട്. അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഓടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ബുള്ളറ്റ് ഇതാണ്, ഈ പാലത്തിൻ്റെ അങ്ങേക്കരയിൽ. ഈ സ്ത്രീകളുടെ ഡ്രൈവിങ് വളരെ അപകടകരമാണ്. സ്ത്രീകളുടെ വണ്ടി വല്ലതും വരണമെങ്കിൽ നമ്മൾ ഒതുങ്ങി മര്യാദയ്ക്ക് പൊയ്ക്കൊള്ളണം. നടന്നു പോകുന്ന ആൾക്കാരായാലും ആരെങ്കിലും ആയാലും. അതുതന്നെ ദയവ് ചെയ്ത് ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒതുക്കിയിടുക. ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വൻ അപകടത്തിലേക്ക് ചെന്ന് ചാടും. എന്തായാലും ആ സ്ത്രീ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്.